നമ്മൾ quadratic kandu. Now come to cubic and biquadratic equations. A polynomial equation in X in which the highest exponent is 3. Like the degree is 3 is a cubic equation. If the highest exponent is 4, then it is called a biquadratic equation. Biquadratic equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക്കിന്റെ 2 ടൈംസ് അല്ലേ? രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും. Thus, okay, is it? Thus, a cubic equation is of the form a0 x cube, a1 x square, a3 x plus a2 x plus a3 equal to 0, where a0 should not be equal to 0. ഇതിൽ ഏത് ടേം ആബ്സെന്റ് ആയാലും നമുക്ക് പ്രശ്നമില്ല. only thing is x ക്യൂബിന്റെ ടേം ആബ്സെന്റ് ആവാൻ പാടില്ല. ഓക്കെ, നമ്മള് എന്താ പറയാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ അവിടെയും പറഞ്ഞിരുന്നു അല്ലേ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എഴുതുമ്പോൾ എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദിസ് ടേം വിൽ ബി 0 ആയിപ്പോ. അപ്പൊ പിന്നെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. ക്യൂബിക് ഇക്വേഷൻ വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ ക്യൂബിക് ഇക്വേഷൻ. Isn't it? Hello. Yes, ma'am. And a biquadratic equation is, that is equation with the highest degree or the highest exponent is 4. That is a0 x raised to 4, a1 x cube, a plus a2 x square plus a3 x plus a4 equal to 0. Same ഇവിടെ ഇത് തന്നെ. a0 should not be equal to 0. ബാക്കി ഏത് പാരാമീറ്റർ 0 ആയാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ചെയ്തു. എന്താണ് സം ഓഫ് ദ റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് അല്ലേ? സം ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു സി ബൈ എ. റൈറ്റ്? സെയിം വേ ഇവിടെ നമ്മൾ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് മോർ ദാൻ വൺ റിലേഷൻഷിപ്പ് കിട്ടും. ദാറ്റ് ഈസ് സം ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്യൂബിക് ഇക്വേഷൻ. Then sum of the roots alpha plus beta plus gamma equal to this one minus a1 by a0. Okay, that is minus coefficient of x square by coefficient of x cube. Okay, hello, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? Yes, ma'am. Okay, then sum of the roots taken 2 at a time. And we have 3 roots. അവിടെ നമ്മൾ സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അഡീഷണൽ ഒരെണ്ണം കൂടെ കയറി വന്നു, കാരണം നമുക്ക് 3 റൂട്ട് ഉണ്ട്, ആൽഫ ബീറ്റ ഗാമയുണ്ട്. സോ സം ഓഫ് ദ റൂട്ട്സ് ടേക്കൻ 2 at a time, ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ആൽഫ ഗാമ ബീറ്റ ഗാമ അല്ലേ? ഏതേലും രണ്ടെണ്ണം എടുക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് മൈനസ് a1, ദിസ് ഈസ് plus a2 by 2. a2 by a0. This is not a1. This is a2. Okay. എഴുതിയിരിക്കുന്നത് കറക്റ്റാ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുതിയപ്പോ a1 എന്നായിപ്പോയി. ഇത് a2 by a0 കേട്ടോ, കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഹലോ. Okay, then the product of the roots equal to minus a3. Alternate ആയിട്ട് പ്ലസ് ഓർ മൈനസ് വരും. ആദ്യത്തേത് മൈനസ് a1 by a0, then sum of the roots taken 2 at a time a2 by a0, then product of the roots equal to minus a3 by a0, minus constant term by coefficient of x3. Okay, ഇതാണ് ആ റിലേഷൻഷിപ്പ്. ഇത് ഓർത്തിരിക്കണം. നമുക്കൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വാല്യൂ ഓഫ് ദി എക്സ് ഫോർ വിച്ച് ദിസ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് അല്ലേ? അപ്പം എക്സ് ക്യൂബിലുള്ള ഒരു, അതായത് ക്യൂബിക് ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കൊരു എക്സിന് 3 വാല്യൂസ് ഉണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന 3 എണ്ണം വരും അല്ലേ? ഇനി ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലോ, ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഇൻ x raised to 4. So we know that it has 4 roots.
Hello. Hello. Poam. Munittu poam. Yes, ma'am. Okay. So for the and we assume that alpha, beta, gamma, delta are the roots of equation 2. Equation 2 is the biquadratic equation. ഇവിടെ അതേ പാറ്റേണിലോട്ടാണ് നമ്മൾ വരുന്നത്. സം ഓഫ് ദ റൂട്ട്സ്, ഹിയർ വി ഹാവ് 4 റൂട്ട്സ് ആർ ദർ. സം ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു -a1 by a0. Then sum of the roots taken 2 at a time. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 എണ്ണം വരും. 4 2 4 എണ്ണം വരും. 4 6 എണ്ണം വരും അല്ലേ? Isn't it? Yes, ma'am. ഇവിടെ കോമ്പിനേഷൻ അതിനകത്ത് വരുന്നത് 4 എണ്ണം ഉണ്ട്, ടേക്കൻ 2 at a time. 4c2 അല്ലേ? 4 into 3 by 1 into 2. So that will be 6. That is, we get sum of the roots taken 2 at a time equal to the minus a1 by a2. Then this will be plus a2 by a0. ഇത് പ്ലസ് ആ കേട്ടോ, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്, പ്ലസ് ഓർ മൈനസ്. ആദ്യത്തേത് മൈനസ് വരും, ദെൻ പ്ലസ് വരും, ദെൻ മൈനസ് വരും, ദെൻ പ്ലസ് വരും. ദെൻ സം ഓഫ് ദ റൂട്ട്സ് ടേക്കൻ 3 at a time. ഇത്രയും ഭാഗം സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരുന്നുള്ളൂ. ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഡെൽറ്റ, ഗാമ ഡെൽറ്റ ആൽഫ, ഗാമ ഡെൽറ്റ ബീറ്റ. Okay. Okay. That is minus a3 by a0, coefficient of x by coefficient of x raised to 4. Then product of the roots equal to constant by coefficient of x raised to 4. Okay. Is it clear? നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 എണ്ണേ ഉള്ളെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് കോഫിഷ്യന്റ് ഓഫ് അതേ തൊട്ട് താഴെയുള്ളത് എക്സ് ക്യൂബിന്റെ തൊട്ട് താഴെ വരുന്നതാണ് അല്ലേ? എക്സ് സ്ക്വയർ അവിടെ തൊട്ട് തുടങ്ങും. ദിസ് ഈസ് മൈനസ്, പിന്നെ പ്ലസ്, ദെൻ മൈനസ്. ദാറ്റ് ഈസ് സം ഓഫ് ദ റൂട്ട്സ് minus a1 by a0. Sum of the roots taken 2 at a time, a2 by a0, and the product of the roots constant by the coefficient of the highest term. അവിടെയൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇതിനകത്ത് സം ഓഫ് ദ റൂട്ട്സ് minus a1 by a0, sum of the roots taken 2 at a time plus a2 by a0, then sum of the roots taken 3 at a time minus a3 by a0, then product of the roots equal to constant time by coefficient of the highest power. Okay, is it clear? Yes, ma'am. Now we have one more point to remember. It will be difficult to solve a cubic equation and a biquadratic equation just by knowing the relationship between roots and the coefficients. However, if we know one more relation between the roots, it becomes easier for us to solve the equation. Okay, അപ്പോൾ സാധാരണഗതിക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറയാൻ മറ്റൊരു നമുക്ക് 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും, അതിനെ സോൾവ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ അങ്ങനെയല്ല, നമ്പർ ഓഫ് ഇക്വേഷൻസ്, നമ്പർ ഓഫ് റൂട്ട്സ് കൂടുതലായതുകൊണ്ട് നമുക്ക് സാധാരണഗതിക്ക് ഒരു റിലേഷൻഷിപ്പ് കൂടി തരും, എങ്കിലും നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയെന്നല്ല, പക്ഷേ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. Okay. Okay, let's do one problem. Solve the equation 2x cube minus 15x raised to 4 is x square plus 37x minus 30 equal to 0 if the roots of the equation are in AP. Okay, നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൂടി തന്നിരിക്കുക, റൂട്ട്സിന്റെ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഹലോ ഹലോ. Amen. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ പിള്ളേരെ? Wow.
Okay. Recall that. Okay. Now it is given that 3 roots are in AP. So roots we select alpha and beta. Alpha, beta, gamma ആണ് നമുക്ക് ഇവിടെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്പർ ഓഫ് വേരിയബിൾസ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് നമുക്ക് റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് തന്നിട്ടുണ്ട്. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ക്യൂബിക് ഇക്വേഷൻ. സോ വി നോ ദാറ്റ് ദിസ് ഇക്വേഷൻ ഹാസ് 3 റൂട്ട്സ്, ബട്ട് വി ആർ ഗിവൺ ദാറ്റ് ദ റൂട്ട്സ് ദ റിലേഷൻഷിപ്പ് ദ റൂട്ട്സ് ആർ so this is one term. Are they in AP? When beta is added, we get second one with the second value we add beta. Beta is the common difference, right? Is it clear? See, these 3 are in AP. Hello, this is the one term. So when beta is the common difference, isn't it? When we add beta 2, we get second value. When we second term, when we add beta 2, the second term we get the third term. If we consider this as the first term for the any term, right? The next term will be getting by adding the common difference to the preceding term, isn't it? Hello? Yes, ma'am. Okay. Now we take the roots as alpha minus beta, alpha and alpha plus beta. Now we know that these are the roots, then sum of the roots equal to, what is that? Minus a1 by a0. Right? So sum of the roots, alpha minus beta plus alpha plus beta equal to 15 by 2 minus 15 divided by 2. Isn't it? Is it clear? Yes, ma'am. Okay. See, ഇവിടെ നമ്മൾ ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ ക്യാൻസൽ, ദാറ്റ് ഈസ് 3 alpha equal to 15 by 2 and alpha equal to 5 by 2. Right? Isn't it? Hello? Yes, ma'am. ഇനി നമുക്ക് ബീറ്റയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട്സ് ഐഡന്റിഫൈ ചെയ്യാം. കാരണം നമുക്ക് 2 കോൺസ്റ്റന്റുകളെ ഇവിടെയുള്ളൂ, ആൽഫയും ബീറ്റയും മാത്രമേ ഉള്ളൂ. Actually we have 3 roots, but we take roots as alpha minus beta, alpha and alpha plus beta. So we have only 2 constants. Okay. Now come to the second one. What is that? Roots taken 2 at a time. That is alpha into alpha minus beta plus alpha into alpha plus beta and plus sum of the roots taken 2 at a time plus alpha minus beta into alpha plus beta, which is equal to, what is that? 37. This is A0, this is A1, this is A2. A2 by A0. That is 37 by 2. Isn't it? Yes, ma'am. Okay. On expanding, see, alpha into alpha square minus alpha beta. This is alpha square plus alpha beta. Then A plus B into A minus B. That is alpha square minus beta square. Isn't it? Okay. So minus alpha beta plus alpha beta get cancelled. So alpha square plus alpha square plus alpha square. That is 3 alpha square minus beta square equal to 37 by 2. Right? Hello? Yes, ma'am. Okay. Now, see, we have a relationship between alpha and beta. We know we have already identified alpha as 5 by 2. So beta square equal to 3 alpha square minus 37 by 2. Right?
Okay, isn't it? Yes, ma'am. Okay. So 3 into 25, 5 by 2 is the alpha value when alpha square equal to 25 by 4 minus 37 by 2, which is equal to 1 by 4. Then beta equal to, see, beta square equal to 1 by 4. So beta equal to plus or minus 1 by 2. Okay, right? Is it clear? Yes, ma'am. When beta equal to plus 1 by 2, the roots are, alpha is fixed. Alpha minus beta, 5 by, see, this is alpha, this is alpha minus beta, then alpha plus beta. Or it will be equal to 2, 5 by 2, 6. And when beta equal to minus 1 by 2, the roots are same way. Alpha minus beta, alpha equal to 5 by 2, right? Beta equal to minus 1 by 2. So alpha minus beta, alpha and alpha plus beta. Oh, clear ആയോ? മാം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ചെയ്തോളൂ. ടെക്സ്റ്റ് നോക്കാൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. Yes, ma'am. Schedule.
ചെയ്തോ പിള്ളേരെ? Yes, ma'am. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഇന്നലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്തതുകൊണ്ട് നമുക്കിത് ഇതിൻ്റെ അകത്ത് വരുമ്പം വളരെ കൺഫ്യൂസ്ഡ് ആവരുത് നിങ്ങൾ. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ആ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് കൂടി യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ റൂട്ടിനെ സെലക്ട് ചെയ്യാവുള്ളൂ. അതായത് നമ്പർ ഓഫ് വേരിയബിൾ ഷുഡ് ബി മിനിമം. എത്ര മിനിമൈസ് ചെയ്ത് എഴുതാമോ അത്ര മിനിമൈസ് ചെയ്ത് എഴുതുക. ഓക്കെ, ആ വേയിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എളുപ്പമായിരിക്കും. കിട്ടിയോ രണ്ട് സെറ്റും? അപ്പം നമുക്ക് രണ്ട് സെറ്റ് ഓഫ് റൂട്ട്സ് ഉണ്ട്. Okay. Hello, what about others? Neetu, are you there? ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാണുന്നതേ ഉള്ളു. ആണോ? ഓക്കെ ഓക്കെ, നമ്മൾ മുന്നോട്ട് പോട്ടെ. What about others? വേറെ ആരും ഇല്ലേ? നോ റെസ്പോൺസ്. വേറെ ആളും കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ, റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. Is absent today. Okay, anyway, let us go. Now see a second, another question. Solve the cubic equation given that the roots are in HP. ഇവിടെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? റൂട്ട്സ് എച്ച് പിയിൽ ആയിരിക്കാൻ, ഇത് ഈ നമ്പേഴ്സ് എച്ച് പി ആയിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റെസിപ്രോക്കൽ എ പിയിലായിരിക്കും. അതല്ലേ അതിന്റെ മീനിങ് അല്ലേ? ഓക്കെ, സോ നമ്മൾ ഇവിടെ 1/α - ബീറ്റ, 1/α, 1/α + ബീറ്റ എന്ന് എടുത്തു. എന്തുകൊണ്ടാണ്? These are in HP because the reciprocal alpha minus beta, alpha and alpha plus beta are in AP. Okay. Okay. Hello. ഹലോ. Yes, ma'am. ഓക്കെ, ഇവിടെ നമുക്കറിയാം ആ റിലേഷൻഷിപ്പ് മൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. സം ഓഫ് ദ റൂട്ട്സ് ടേക്കൺ 2 at a time ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. ഓക്കെ, റീഅറേഞ്ച് ചെയ്ത് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. സപ്പോസ് ദ റൂട്ട്സ് ആർ ഇൻ, സി അനദർ ക്വസ്റ്റ്യൻ, ദ റൂട്ട്സ് ആർ ഇൻ GP. GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ റൂട്ട്സിനെ α/R, ആൽഫ ആൻഡ് ആൽഫ ആർ, അല്ല α/γ എന്ന് എടുക്കാം. ഓക്കെ, α/γ, α/γ. ഓക്കെ, സോ വി നോ ദാറ്റ് ദീസ് ആർ ഇൻ GP അല്ലേ? കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് അടുത്ത് ഈ ദിസ് നമ്പറിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദിസ് കിട്ടി. ഇതിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്തത് കിട്ടി, നെക്സ്റ്റ് വൺ. റൈറ്റ്? ദീസ് ആർ, വി നോ ദാറ്റ് ദീസ് ആർ ഇൻ GP അല്ലേ? This is sum of the roots, then sum of the roots taken 2 at a time, then product of the root. നോക്കിയേ, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടിലോട്ട് വരും, ഡയറക്ട്ലി ഒരു ഒരെണ്ണം കിട്ടും അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ട് വേരിയബിളേ ഉള്ളൂ, ആൽഫ ആൻഡ് ഗാമ. ഇവിടെ നമുക്ക് ആൽഫ കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഗാമ വേണം. ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ പുട്ട് ചെയ്തിട്ട് ഗാമയിലോട്ട് വരാം. ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ. മാം ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് എഴുതിക്കോട്ടെ. എന്തോ? ഇതൊന്ന് ഞാൻ സോൾവ് ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന്, നിങ്ങളുടെ ബുക്കില്ലേ പിള്ളേരെ? നിങ്ങളുടെ ഇതില്ലേ സ്റ്റഡി ഉണ്ട് മെറ്റീരിയൽ? മാം. ഇല്ല, ഞാൻ ജസ്റ്റ് എഴുതുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ ഓക്കെ ഓക്കെ.
yes, ma'am. ഓക്കെ, മുന്നോട്ട് പോവാം. ഇത് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഐഡിയയിലോട്ട് വരും നമ്മൾ. Solve the equation. This is x cube ആകട്ടോ. Okay. Okay, now come to another one. Okay, solve the equation. This is a biquadratic equation. See, x raised to 4. Alle, highest exponent is x raised to 4, or highest power is x raised to 4, being given that it has two roots equal in magnitude but opposite in sign. Okay, we know that this is a biquadratic equation. It has 4 roots, and it is given that it has 2 roots equal in magnitude but opposite in sign. That is, we take the roots as alpha, minus alpha, beta, and gamma. Okay, that is, we have 4 roots. See, 2 roots equal in magnitude but opposite in sign. So, when alpha is a root, minus alpha is also a root. Okay. Hello? Hello? Yes, ma'am. Okay. Now, come to the relationship between the roots, that is, sum of the roots equal to minus a naught, a1 by a naught, minus 2 by 1. Sum of the roots taken 2 at a time, that is 4 by 1. Then sum of the roots taken 3 at a time, which is equal to minus 6 by 1. Then product of the roots equal to minus 21 by 1. Okay. Okay. Is it clear? Yeah. Okay. Then ഇവിടെ നോക്കിയേ, സെക്കൻഡ് ഇക്വേഷനകത്ത് നിന്ന് ബീറ്റ ഗാമ നമുക്ക് കിട്ടും, ബീറ്റ പ്ലസ് ഗാമ കിട്ടുന്നു, ആൽഫ പ്ലസ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് 0 ആയി. സോ ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 2 കിട്ടി. ദെൻ ഫോർത്ത് ഇക്വേഷൻ 4ലാണ് ബീറ്റ പ്ലസ് ഗാമ കിടക്കുന്നത്. സോ ഫോർത്ത് ഇക്വേഷനിൽ ബീറ്റ പ്ലസ് ഗാമയിൽ ഈ ഫോർത്ത് ഇക്വേഷനിൽ ദിസ് 1 പുട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആൽഫ മൈനസ് ആൽഫ, ദിസ് ഈസ് 0, ദിസ് ടേം വിൽ ബി 0, അല്ലേ? Then minus alpha square into beta plus gamma equal to minus 6. So alpha, beta plus gamma we know that equal to 2. So alpha square equal to 3. Minus alpha square into 2 equal to minus 6. Right? So Right. alpha square equal to 3. That is alpha equal to plus or minus root 3. Okay. Hello? Is it Yes, ma'am. clear? Okay. Now, from 3 we get, see, alpha plus minus alpha into beta plus gamma. Ivideയും this term will be 0. Then alpha into minus alpha plus beta into gamma equal to sum of the roots taken 2 at a time, alle, equal to 4. ആദ്യത്തെ പാർട്ട് alpha into minus alpha, see, this term will be 0. Plus എന്താണ് alpha square equal to 3. So plus minus 3 plus beta gamma equal to 4. Isn't it? Yes, ma'am. Okay. So we get beta gamma equal to this 3 taken right side. So minus 3 come to the right side. 4 plus 3 beta gamma equal to 7. Isn't it? Clear ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? ഹലോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതു പിള്ളേരെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പാർട്ടിലോട്ട് വരും. കാര്യങ്ങൾ എന്നാന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തനിയെ ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ.
Okay. Hello. Hello. Yes, ma'am. ഞാനൊന്ന് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തനിയെ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ തനിയെ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്ന കൂടെ ചെയ്തു പോകരുത് കേട്ടോ. Correct. ഞാൻ പറയുന്ന കൂടെ ചെയ്തു പോകരുത്. അതുകൊണ്ട് ഞാൻ ടൈം തരുന്നു നിങ്ങൾക്ക്. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലോട്ട് എത്തും. നമ്മൾ ഇത് തനിയെ എഴുതി വരണം. നമ്മൾ ഇതിൽ നോക്കി എഴുതരുത്. ഓക്കെ. ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ ഓക്കെ സം മിസ്റ്റേക്സ് മേ ബി ദർ. അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ അടുത്ത വാർക്കിലോട്ട് വരണം. ഓക്കെ. ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ഇവിടെ നോക്കിയേ, നമുക്കൊരു ബീറ്റ പ്ലസ് ആൽഫയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതായത് 2 റൂട്ട് കിട്ടി. ഇനി ബാക്കി നമുക്ക് ബീറ്റ ഗാമ റൂട്ട് 2 കിട്ടണം അല്ലേ? ഓക്കെ. സോ വി ഹാവ് ബീറ്റ പ്ലസ് ഗാമ ഉണ്ട് ആൻഡ് ബീറ്റ ഗാമ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ട്സ് ആർ ബീറ്റ ആൻഡ് ഗാമ. ബീറ്റ ഗാമ റൂട്ട് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x square minus sum of the roots into x plus product of the root equal to 0. Is it clear? Is it clear? Yes, ma'am. Okay. Now we have to solve this quadratic equation. ഇതിവിടെ ഇവര് ഷോർട്ടായിട്ട് അങ്ങ് എഴുതിയിരിക്കുവാണ്. അത് നിങ്ങൾ നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡയറക്ട്ലി സോൾവ് ചെയ്ത് -b പ്ലസ് ഓർ മൈനസ് കൊടുത്ത് ചെയ്തോളുക. ഇത് തെറ്റൊന്നുമല്ല. നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പക്ഷേ ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി യു ഡയറക്ട്ലി ഗോ ഫോർ the formula -b plus or minus root of b square minus 4ac by 2a. Okay. This is a quadratic equation. Now you can solve this quadratic equation and identify the values of alpha, beta and gamma. Beta and gamma are the roots of this equation. Okay. Is it clear? Yes, ma'am. Okay. ഇവിടെ നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്തോളുക. -b plus or minus root of b square minus 4ac divided by 2a. Okay. Okay. Is it clear? Yes. ഒരെണ്ണം ചെയ്യാം. ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. തനിയെ ചെയ്തേ. ഇത് നമ്മൾ നോക്കാതെ ചെയ്തേ. റൂട്ടിനെ നമ്മൾ അസ്യൂം ചെയ്യുക. എന്തിനാണ്? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരെണ്ണം തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൽഫ മൈനസ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ്. ഇനി തന്നിരിക്കുന്ന ഇക്വേഷനകത്തുനിന്ന് റൂട്ട്സിന്റെ ആ റിലേഷൻഷിപ്പ് 4 എഴുതുക. ഇവിടെ 4 ഉള്ളതുകൊണ്ട് നമുക്കറിയാം 4 റിലേഷൻഷിപ്പ് നമുക്കുണ്ട്. സം ഓഫ് ദ റൂട്ട്സ് ടേക്കൻ 2 at a time, സം ഓഫ് ദ റൂട്ട്സ് ടേക്കൻ 3 at a time and the product of the roots. Okay. തനിയെ ചെയ്യണം കേട്ടോ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഒരു മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, അത് തനിയെ കറക്റ്റ് ചെയ്യണം.
ഞാനൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ ഐ മീൻ നമ്മുടെ എന്റെ റൂട്ട് കിട്ടുന്ന √3 മൈനസ് √3 ഉണ്ടല്ലോ. അതായത് ഈ 1+√6i 1 മൈനസ് √6i ഇത് സെയിം ഇക്വേഷൻ അല്ലേ? ഐ മീൻ √3 മൈനസ് √3 എന്തോ 1+√6i ആ അതും √3 സെയിം അല്ലേ? അല്ല, അതെങ്ങനെ സെയിം ആവുന്നത്? ഐ മീൻ അല്ല, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1+6i അല്ലേ കിട്ടുന്നത്? അല്ല, ഐ മീൻ 1+6i കിട്ടുന്നില്ല. ജസ്റ്റ് √3 മൈനസ് √3. ഇവിടെ ഡയറക്ട്ലി നോക്കിക്കേ, ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ കിട്ടും നമുക്ക്. ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നത്? -b പ്ലസ് ഓർ മൈനസ് ഈ ഫോർമുലയിലാണോ കൊടുത്തേ? ആണോ? യെസ് മാം. അപ്പം ഇവിടെ നോക്കിക്കേ, -b എന്ന് പറയുന്നത് എന്താണ്? -2 അല്ലേ? പ്ലസ് ഓർ മൈനസ് √b². 4 മൈനസ് 4ac. 4 into a equal to 1, right? Into c, isn't it? ആണോ? Yes. By 2 into a. What is a? A equal to 1. That is 2 plus or minus √4 minus 28. That is -24. Isn't it? Divided by 2. Right? Correct. Yes. Okay. That is 2 plus or minus. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24 can be written as 6 into 4. Correct. Okay. Isn't it? Yes, ma'am. -6 into -24 -6 into 4 ആക്കി എടുത്തു. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് √4ൽ നിന്ന് √6 ആൻഡ് √4 അതിൽ നിന്ന് നമ്മൾ 2നെ വെളിയിലെടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു -6. Isn't it? Yeah. By 2. Okay. സോ ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഒരു 2 നമ്മൾ വെളിയിലെടുത്ത് കഴിയുമ്പോൾ 2 into 1 പ്ലസ് ഓർ മൈനസ് -1നെ i ആക്കി നമ്മൾ √6i ഡിവൈഡ് ബൈ 2. അതിലെ കിട്ടിയത് എന്ത് ചെയ്യും നമ്മുടെ ആൻസർ? ഓക്കെ. 1 പ്ലസ് √6i ആൻഡ് 1 മൈനസ് √6i അതല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. Isn't it? കിട്ടിയോ? ഓക്കെ.
കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയോ പിള്ളേരെ? ഹലോ ബെന്നി, Sorry, yes ma'am. കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ നമ്മളെ ഇത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കിട്ടുക അല്ലേ? ഹലോ. Yes ma'am. ഓക്കെ, അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലാസ്സിൽ എനിക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് ടൈം ഇല്ലായിരുന്നു. ടൈം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതെല്ലാം എടുത്തൊന്ന് നോക്കണം കേട്ടോ. എല്ലാം എടുത്തൊന്ന് നോക്കി പോകണം. ആ റിലേഷൻഷിപ്പ് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് എഴുതി പോകണം. ഓക്കെ, these are all about the equations. എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ആൻസറും ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ബട്ട് ദർ മേ ബി സം പ്രിന്റിംഗ് മിസ്റ്റേക്സ്. അത് യു ഷുഡ് കറക്റ്റ് ഇറ്റ്. ഓക്കെ, നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്ത് പൊക്കോണം. കാരണം എക്സാമിന് നമ്മൾ വീണ്ടും എന്താ പറയുക, കുറച്ചുകൂടി സ്പീഡിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ മിസ്റ്റേക്ക് വരരുത്. നമ്മൾ എക്സാമിൻ്റെ തലേദിവസമൊക്കെ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്ത് നോക്കുന്നത്. എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിലുള്ള മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് എഴുതി പോകണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇഷ്ടംപോലെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, shall we move to the next unit? Now come to the inequalities. Okay, okay. Hello. Yes ma'am. പോവാം. ഓക്കെ, ഇൻഇക്വാളിറ്റീസ് നമുക്ക് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യം. യു ഫെമിലിയർ വിത്ത് ഇൻഇക്വാലിറ്റി സിംബൽസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, വി യൂസ് ദീസ് ഇൻഇക്വാളിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ശരിക്കും വി ആർ കമ്പയറിങ് ഫോർ കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഇക്വാളിറ്റി യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഈക്വൽ ആണ്. അവിടെ നമുക്ക് കമ്പാരിസൺ ഇല്ല. ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഇൻഇക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇസ് ഇറ്റ് കറക്റ്റ്? ക്ലിയർ? Yes. These are some examples of the inequalities. Now tools for solving inequalities. Inequality എങ്ങനെ സോൾവ് ചെയ്യുന്നത്? The solution set of an inequality will not change if we perform any of the following: add or subtract the same number to both sides of the inequality. ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്യോ സബ്ട്രാക്ട് സെയിം നമ്പർ. ഒരിടത്ത് മാത്രം ചെയ്താൽ ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. സെയിം നമ്പർ രണ്ട് സൈഡിലും ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ ഓക്കെ, ദിസ് ഈസ് വൺ ഓപ്പറേഷൻ. അനദർ വൺ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഒരു പോസിറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്, അവിടെ ഡിവിഷനും പോസിബിൾ ആണ് അല്ലേ? So multiply or divide both sides by the same positive number. Is it clear? Yes ma'am. Okay. When we multiply by a negative number, what happens? Multiply or divide both sides by a negative number, then the inequality will be reversed. Right? Ano പിള്ളേരെ? Yes ma'am. -3 greater than -5. നമ്മുടെ നമ്പർ ലൈനിൽ അങ്ങനെയല്ലേ അല്ലേ? 0 1 -1 -2 -3 -4 -5. നമുക്കറിയാം -3യുടെ ലെഫ്റ്റിലാണ് -5. സോ ഡെഫിനറ്റ്ലി -3 ഈസ് ഗ്രേറ്റർ ദാൻ -5 അല്ലേ?
ഇനി നമ്മൾ -1 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 3 ആയി, റൈറ്റ് സൈഡ് 5 ആയി. Isn't it? അല്ലേ? Yes, ma'am. Then what is the inequality? Inequality will get reversed. Right? 3 is less than 5. Is it clear? Yes, ma'am. Okay. That is what is saying. Multiply or divide both sides by a negative number, then reverse the direction of the inequality. Inequality will be get reversed. Okay. Hello. Yes, ma'am. Okay. Now we have an example. Solve the inequality x plus 2 by 3 greater than or equal to 7 by 2 and graph its solution. സോ നമുക്ക് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഇനീക്വാളിറ്റി ഇതാ, ഇനി നമ്മൾ അതിനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന ഇനീക്വാളിറ്റിയിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വേരിയബിളിനെയും റൈറ്റ് സൈഡിൽ നമ്മൾ കോൺസ്റ്റന്റിനെയും കൊണ്ടുവരിക. ലെസ് ആയിക്കോട്ടെ, ഗ്രേറ്റർ ആയിക്കോട്ടെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ, എനി ഇനീക്വാളിറ്റി ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും. സോ ഇറ്റ്സ് ഗിവൺ ദാറ്റ് എക്സ് പ്ലസ് 2 by 3 greater than or equal to 7 by 2. സോ നമ്മൾ എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പോലെ തന്നെ നമ്മൾ ഈ വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നമുക്കറിയാം ഈ 2/3 നമ്മൾ മറ്റേ ചെയ്യുന്ന ഇക്വേഷൻ ചെയ്യുന്ന പോലെയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ചെയ്യാം, തെറ്റൊന്നുമല്ല. കാരണം ഈ 2/3 റൈസിലോട്ട് കൊണ്ടുവരുമ്പോൾ 7/2 മൈനസ് 2/3 ചെയ്യാം. ഓക്കെ, ആ സെയിം വേ ചെയ്യാനായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. -2/3 രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. ഓക്കെ, then what happens? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേരിയബിൾ മാത്രമായി, റൈറ്റ് സൈഡിൽ 7/2 മൈനസ് 2/3. Is it clear? Yes, ma'am. Okay, then what is that? X greater than or equal to 17/6, right? Isn't it? Yes, ma'am. അല്ലേ? 6 ഡിനോമിനേറ്റർ വരും, 7 into 3 minus 4 into 4. That is 21 minus 4, 17. 17/6. Okay? Is it clear? Clear ആയോ? Yes, ma'am. Okay. Now the solution set എന്ന് പറയുന്നത് എന്താണ്? X greater than or equal to 17/6. That is, solution set is the set of x such that x greater than or equal to 17/6 or which is equal to greater than any number. അല്ലേ? That is up to plus infinity. 17/6 to infinity. അതല്ലേ അതിന്റെ മീനിങ്? എനി നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 17/6 to infinity. Right? Is it clear? Clear ആയോ? Yeah, yes, ma'am. Okay. Now come to the graph. Graph വരയ്ക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്പർ ലൈൻ വരയ്ക്കുക. This is plus infinity. This is minus infinity. അല്ലേ? Then 0. 17/6 നമുക്കറിയാം ഏതാണ്ട് 2 point something വരും അല്ലേ? 1 2 2നും 3ക്കും ഇടയ്ക്കാണ്. 3 ഇല്ല, 3 വരണേ 18 വരണമായിരുന്നു. അപ്പൊ 3യുടെ അടുത്തേക്ക് വരും 17/6 എന്ന് പറയുന്നത്. Isn't it? സോ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുക, 17/6 to ഇൻഫിനിറ്റി. നമ്മൾ 2 ലൈൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഇനീക്വാളിറ്റിയുടെ സെറ്റ്, സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. Is it clear? Yes, ma'am. ഓക്കെ, ഒന്ന് ഡബിൾ ആക്കി വരയ്ക്കുക അല്ലെങ്കിൽ അതിനെ ഹാർഡ് ആക്കി വരയ്ക്കുക, എന്തെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് ഏതാന്നുള്ളത്. ഓക്കെ, ചെയ്യും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
ചെയ്തോ? ഹലോ, ആ മാം. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ? ആ അടുത്തത് നോക്കിയോ, സോൾവ് ദ ഇൻഇക്വാളിറ്റി. വാട്ട് അബൌട്ട് ബെന്നി? കംപ്ലീറ്റ് ആയോ? Almost. ഈ ഗ്രാഫ് എന്തോ ചോദിക്കോ? ഇല്ല, x greater than or equal to 17/6 അല്ലേ? ആ, നിങ്ങൾ യു ക്യാൻ യൂസ് എ കാൽക്കുലേറ്റർ ആൻഡ് ഇതിനെ ഇത്രയായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. 17/6 എന്ന് പറയുന്നത് 2 പോയിന്റ് സംതിങ് വരും അല്ലേ? അങ്ങനെ എഴുതിയാലും മതി. യു ക്യാൻ യൂസ് ദ കാൽക്കുലേറ്റർ, റൈറ്റ്? സോ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, 2 പോയിന്റ് സംതിങ് എഴുതാം. ഓക്കെ, ആൻഡ് സി എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 പോയിന്റ് സംതിങ് ഓർ 17/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ദിസ് ടു ഇൻഫിനിറ്റി. അതാണ് അതിന്റെ മീനിങ് അല്ലേ? നമ്മൾ ആ റേഞ്ച് എഴുതണം ഫുൾ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഗ്രാഫ് വരച്ചോ? ഗ്രാഫ് വരയ്ക്കണം കേട്ടോ. ഗ്രാഫിന് വരച്ചില്ലേ മാർക്ക് കിട്ടത്തില്ല. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ലല്ലോ. ഒരു നമ്പർ ലൈൻ വരച്ചത് മാർക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ സെറ്റിന്. ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദിസ് ടു ദിസ്. കംപ്ലീറ്റ് ആക്കിയോ? ഹലോ ബെന്നി, ഓക്കെ.
കംപ്ലീറ്റ് ആക്കിയോ? Yes, ma'am. ഹലോ, അടുത്ത നോക്കിക്കേ. 4x ലെസ് ദാൻ 28. ഇവിടെ എല്ലാം നമ്മൾ നമ്മുടെ വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കുക. അല്ല, വേരിയബിൾ ഒരു സൈഡ്, കോൺസ്റ്റന്റ് വേറൊരു സൈഡ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല, പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട്, അല്ലേ? സോ സി എങ്ങനെ കിട്ടും നമുക്ക്? എക്സ് ലെസ് ദാൻ 17 എന്നാണ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് 7. ദാറ്റ് മീൻസ് നമ്പർ ലൈനിൽ 7 is not including, right? Is it clear? That is why there is a gap. This is the point 7. Okay. Immediate to 7 to minus infinity. Right? That is minus infinity to 7 is the range. അല്ലെങ്കിൽ solution set lies in minus infinity to 7. Is it clear? Yes, ma'am. Okay. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ആ ഈക്വൽ സൈൻ ഇല്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ 7 ആ വന്നിരിക്കുക, അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആ വരുന്നെങ്കിലോ ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റിനെ
ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. ഓക്കെ. -3x greater than or equal to 6/5. സോ നമ്മൾ -1/3 കൊണ്ട് മൈനസ് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മൈനസ് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുക. -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറന്നു പോകരുത് ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യാൻ. ഓക്കെ. സോ വി ഹാവ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5/18. ഓക്കെ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5/18. സി ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് -5/18 ലെസ് ആയിട്ടുള്ള എനി നമ്പർ ദാറ്റ് ഈസ് -∞ ടു -5/8. ദിസ് ഈസ് ഇവിടെ -5/8 ഇൻക്ലൂഡിങ് ആണ്. ഓക്കെ. ഇവിടുത്തെ പോലെ അല്ല അപ്പൊ ഫിഗർ വരയ്ക്കേണ്ടത്. ഇവിടെ 7 ഇൻക്ലൂഡിങ് അല്ല, ഇവിടെ -5/8 ഇൻക്ലൂഡിങ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഇൻ ബിറ്റ്വീൻ ആവാം. നമുക്ക് തന്നിരിക്കുന്ന ഒരെണ്ണം നോക്കിയേ. സോൾവ് ദ ഇൻഇക്വാളിറ്റി -3 ലെസ് ദാൻ 4 - 7x ലെസ് ദാൻ 18 ആൻഡ് ദ ഗ്രാഫ് ദ സൊല്യൂഷൻ സെറ്റ്. സോ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി ഏതാ? -3 ലെസ് ദാൻ 4 - 7x - 18. സോ വിച്ച് ഈസ് ഈക്വലന്റ് ടു നമ്മൾ എന്ത് ചെയ്തു? -4 സബ്ട്രാക്ട്, അതായത് 4 സബ്ട്രാക്ട് ചെയ്ത് എല്ലാത്തിൽ നിന്നും. സോ ഈ -4 മാറി ഇവിടെ -18 - 4 വന്നു അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ. നൗ എന്തായി നമ്മുടെ വാല്യൂ? -7 ലെസ് ദാൻ -7x അല്ലേ? -7 ലെസ് ദാൻ -7x ലെസ് ദാൻ 14. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ ഒരു മൈനസ് ഇടണമായിരുന്നു, അത് വരിട്ടില്ല എന്നുള്ളത്. ഓക്കെ. ഓക്കെ. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വരേണ്ടത്. സോ ഇവിടെ നമുക്ക് എക്സ് മാത്രം ആവണം. സോ നമ്മൾ എന്ത് ചെയ്യും? -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. -7 നമുക്കറിയാം, മൈനസ് കൊണ്ട് നമ്മൾ എന്ത് ഇൻഇക്വാളിറ്റിക്കകത്ത് മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്തോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി വിൽ ഗെറ്റ് റിവേഴ്സ്ഡ്. ഓക്കെ. സോ ഇതെന്താവും? -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -7/7 ഗ്രേറ്റർ ദാൻ, ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആയി, -7x/-7 greater than 14/-7. Is it clear? Yes ma'am. Okay. That is 1 greater than x greater than -2. Right? Yes. That means x greater than -2 means -2 less than x. Alle? Isn't it? Yes ma'am. And 1 greater than x means x is less than 1. ഇതിനെ നമ്മൾ നേരെ അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? -2 ആദ്യമാക്കി വരുമ്പോൾ ഇതിനെ നേരെ ഈ സൈഡിൽ നമ്മൾ എഴുതി -2 less than x less than 1. Isn't it? Now the solution set എന്ന് പറയുന്നത് ഏതാ? x lies between, ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡേ കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, +or-∞ ഇവിടെ നമുക്ക് രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? എക്സ് ബൗണ്ടഡ് ബിറ്റ്വീൻ -2 ആൻഡ് 1. Is it clear? Where -2 is not equal to -2 and x not equal to 1. Okay. So the solution set എന്ന് പറയുന്നത് എന്താണ്? x lies between -2 to 1 or in the open interval. See,
ഇവിടെ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. അവിടെ -2ഉം 1ഉം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷൻ സെറ്റിനെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ഇങ്ങനെ ഡിഫറൻസ് കാറ്റഗറീസ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുക, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇൻഇക്വാളിറ്റീസ് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ, ഇതിലോട്ട് ഞാൻ അത്ര വരുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ നമുക്കിത് അടുത്ത ഇതിലോട്ട് വരുമ്പോഴത്തേക്കിനും വേണ്ടതാണ്. ഏതാണ്? നമ്മുടെ ലീനിയർ പ്രോഗ്രാമിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വരുന്നതാണ് ഇതിൻ്റെ അകത്തോട്ട്. ഓക്കെ ഓക്കെ. നമുക്ക് അതിലോട്ട് വരുമ്പോഴത്തേക്കും ഇൻഇക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾ, ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസിലോട്ടൊക്കെ വരുന്നതാണ്. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്കൊരു യൂണിറ്റ് തന്നെ പഠിക്കാനുണ്ട്. അന്നേരം നമുക്ക് അതിലോട്ട് വരാം. റെപ്രസെന്റ് ഗ്രാഫിക്കലി ഇത് സൊല്യൂഷൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? ഓക്കെ ഓക്കെ. ഹലോ. Yes, ma'am. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വരാം. ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തിലോട്ട് പോവാം. നൗ കം ടു ദ ഡിഫറൻഷ്യൽ കാൽക്കുലസ്. കാൽക്കുലസിലോട്ട് വരാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാൻ. നോക്കിയിരുന്നോ? ഹലോ. നോക്കിയിരുന്നോ പിള്ളേരെ? Yes, ma'am. ഓക്കെ. നൗ കം ടു ഡിഫറൻഷ്യൽ. ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷനിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ യൂഷ്വലി എന്താ പറയാ, കുട്ടികൾ എന്താ പറയാ, ഒരു കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്ര തോന്നേണ്ട ഒരു കാര്യമില്ല. ഈ ഫോമുലകൾ, ഇതിനകത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ഫോമുലകളുണ്ട്. അത് ബൈഹാർട്ട് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ട് ചെയ്യുക, ദെൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഓക്കെ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫോമുലകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഫോമുലകൾ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, ഫോമുലകളും കുറച്ച് റൂളുകളുണ്ട്. പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, സോറി, അതെല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ. അത് നിങ്ങൾ ഒരു സെപ്പറേറ്റ് പേപ്പറിൽ തന്നെ 1 2 3 ഇട്ട് എഴുതി, സെപ്പറേറ്റ് പേപ്പറിൽ തന്നെ കയ്യിലുണ്ടാവണം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോമുലകൾ അല്ല റിസൾട്ടുകൾ എഴുതി 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 പോകണം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ മെമ്മറി കിടക്കും. വലിയ ഡിഫിക്കൽറ്റി ഉള്ള ഫോമുലകളോ ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. ഓർത്തിരിക്കാനും എളുപ്പമുണ്ട്, കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാനും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ, ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അകത്ത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയും. അതായത് വി ആർ ഐഡന്റിഫൈങ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to the rate of change of x. Okay, we have a function in x and y. അല്ലേ? y equal to fx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. y as a function of x. x is the independent variable and y is the dependent variable. Whatever value x takes, y will change. Okay, so y is the independent variable. അവിടെ നമുക്ക് എന്താ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ നമ്മൾ ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് നമ്മൾ പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന് എന്ത് ചേഞ്ച് സംഭവിക്കുന്നു അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വൈക്ക് എന്താണ് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് ഐഡന്റിഫൈ ചെയ്യോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരിക്കും, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി അതിന്റെ പ്രിലിമിനറി പാർട്ടായിട്ട് കയറി വരുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂസും ആയിരിക്കും. ഓക്കെ, ബി സ്റ്റാർട്ട് ബൈ. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മെമ്മറിയിൽ ഉണ്ടാവത്തില്ല. മെമ്മറിയിൽ നമ്മൾ ആലോചിച്ച് കേട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഉണ്ടെന്നുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇത് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിച്ചതാണ്. കാൽക്കുലസ് ഹയർ സെക്കൻഡറി ലെവലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾ. ഓക്കെ, കാൽക്കുലസ് ഡിഫറൻഷ്യൽ കാൽക്കുലസും ഉണ്ട്, ഇന്റഗ്രൽ കാൽക്കുലസും ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷനും ഉണ്ട്. ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, അത് ഡിഫിക്കൽറ്റി ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തെ ഫോമുലകൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. ഫോമുലകൾ ഓർത്തിരിക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, shall we move? Yes, ma'am. മൂവ് ചെയ്യാം, മുന്നോട്ട് പോവാം. Yes, ma'am. Okay, so we start by defining the function. Let a and b, function നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. a and b
two non-empty sets, a function f from a set A to set B is a rule that assigns each element of x of A. Aയിലേക്ക് unique element of y of B കൊടുക്കുക അല്ലേ, എയ്ക്ക് ഒരു ഇമേജ് അവിടെ കൊടുക്കുക. So the set A is the codomain of f. Domain of f is the set A and codomain domain and range എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ബിയിലെ എലമെന്റുകൾ ഉണ്ട് നമുക്കറിയാം, എ ആൻഡ് ബി. 1 2 3 ഇവിടെ എക്സ് വൈ ഇസഡ് പി ക്യൂ ഒക്കെ ആവാം. ഇതിന് ഓരോന്നിനും എക്സാക്ട്ലി ഇത് സെയിം ആയിരിക്കണമെന്നില്ല. ഇവിടെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ ഉണ്ടാവണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആർ ദെയർ അല്ലേ. 1 ഫംഗ്ഷൻ 1 2 ഫംഗ്ഷൻ എനി ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്കൂളുകളിൽ. സോ ഗിവൺ ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ദെയർ സം difference, product, quotient are defined. See, linearity propertyകൾ പല പ്രോപ്പർട്ടികളുണ്ട്. Okay. Okay. Now come to the limit of a function. We now discussed what we mean by limit of. Suppose a function f is denoted defined in an open interval alpha beta, except possibly at the point a in alpha beta. We say that f of x equal to L as x tends to a. As x tends to a, x a-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിന് the functional value is tending to the limit L. That is, fx approaches L as x approaches a. If fx takes the value very, very close to L as x takes very, very close to a. And the difference between fx and L can be made as small, taking x sufficiently close to but different from a. And mathematically we write it as limit x tends to a if the functional value is tending to L. Okay. Okay. Is it clear? Okay. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എക്സ് ടെൻസ് ടു ഇതിലോട്ട് നമ്മൾ കൊടുത്തു വരുമ്പോഴത്തേക്ക് എന്താ നമ്മൾ എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3. നമുക്കറിയാം എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ദ ഡിനോമിനേറ്റർ പാർട്ട് ഈസ് എക്സ് മൈനസ് 3 ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ഫോർ ഈച്ച് എക്സ് എക്സെപ്റ്റ് ഫോർ എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 ഡിഫൈൻ ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ. ഡിവിഷൻ ബൈ 3 വരും. ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ഫോർ ഈച്ച്. Let us calculate the value of f at x equal to 3 plus h. H is a very small quantity. അപ്പോൾ അതിന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂയിലോട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്ത് വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ 3 പ്ലസ് എച്ച് എന്ന് പറയുന്ന എക്സിനെ നമ്മൾ 3 പ്ലസ് എച്ച് ഈസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് എച്ച് ഈസ് ടെൻഡിങ് ടു 0. ആസ് എക്സ് ടെൻസ് ടു 3, x tends to 3, h tends to 0. Okay. So നമ്മൾ വാല്യൂ പുട്ട് ചെയ്ത് വരുമ്പോഴത്തേനും we get 6 plus h. We know that x takes values which are very close to 3, that is h takes the value very close to 0. That is the functional value limit x tends to 3 f of x equal to 6. Now come to the properties of limits. Limit x tends to f of a equal to, if f and g, f of x equal to g of x. Then and the limit existing, they are equal. Then limit of a constant is a constant. X tends to c is a constant. And limit x tends to a എന്ന് പറയുന്ന a ആയിരിക്കും. Limit x tends to a, x raised to n will be equal to a power n. Right? And some properties are there. X tends to c into limit ആയിരിക്കും. f of x പ്ലസ് ഓർ മൈനസ് ജി എക്സ് എന്ന് പറയുന്ന ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ പ്രോഡക്റ്റ് ആണെങ്കിലോ ദിസ് വൺ, ഡിവിഷൻ ആണെങ്കിൽ പ്രൊവൈഡഡ് ദിസ്. ഡിവിഷൻ വരുമ്പോഴൊക്കെ നമുക്കറിയാം ഡിനോമിനേറ്റർ പാർട്ട് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 ആണ്. Now see, come to another problem. Evaluate limit x tends to 3, 4x square plus 7. So limit x, ഇത് നമ്മൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. സം ഓഫ് ദി ഈക്വൽ ടു അല്ലേ, സം ഓഫ് ദി ഇൻഡിവിജ്വൽസ്. Limit of the sum equal to limit of individuals. So limit
4x square c into x നമ്മൾ ചെയ്തിട്ടില്ല. 4നെ നമ്മൾ ഔട്ട്സൈഡിൽ എടുത്തു. 4 into limit x tends to x square plus limit x tends to 3 അല്ലേ? x tends to 3 7 എന്ന് പറയുന്നത് എന്താണ്? limit x tends to a constant എന്ന് പറഞ്ഞാൽ constant itself. So limit x tends to 3 എന്ന് പറയുന്നത് 4 into x value കൊടുക്കുക 3 square plus 7 which is equal to evaluate that we get. Okay. Okay. ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. Okay. And we have another result. Limit x tends to 0, x raised to n minus a raised to n. Limit x tends to 0, x tends to a. X raised to n minus a raised to n by x minus a equal to n a power n minus 1. Okay. A limit left hand side limit right hand side limit മാത്രം എക്സിസ്റ്റ് ചെയ്യുക. Now continuous. A function f is said to be continuous at x equal to a when f of a is defined, x tends to a f of x exists, and it will be equal to f of a. Okay. നമ്മൾ ഡിഫറൻഷ്യൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് വരുമ്പം നമുക്ക് എന്താണ് ആ ഫംഗ്ഷൻ ഒരു തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഓർ വി ക്യാൻ ഐഡന്റിഫൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ y. ഇവിടെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത പോലെ the y as a function of x, rate of change of y, that is the derivative exists only when the function is the limit exists. അതാണ് ലിമിറ്റ് ആണ് നമ്മളിലോട്ട് വരുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിയിലോട്ടൊക്കെ നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ. ഹലോ. Yes, ma'am. Okay. A function is said to be continuous in an open interval if it is continuous at each point. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. Now come to the derivative. By definition, a function f is said to be differentiable at x if and only if the limit exists. Limit delta x tends to, അതായത് നമ്മൾ പറഞ്ഞു y as a function of x. അതാണ് ഫോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. Y as a function of x. We have to identify, we are giving a small change to delta x. അതായത് f of x ന് നമുക്കൊരു സ്മോൾ വേരിയേഷൻ നമ്മൾ കൊടുക്കുക. f of x plus delta x minus f of x. അതിൻ്റെ ഡിഫറൻസ് ഫങ്ഷണൽ വാല്യൂ അറ്റ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, വേർ ഡെൽറ്റ എക്സിലോ ഫങ്ഷണൽ വാല്യൂ അറ്റ് എക്സ് പ്ലസ് ജസ്റ്റ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വേർ ദ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. Delta x is a very small quantity. So the difference between these two, that is what we mean by dy by dx. Limit x tends to 0, delta x tends to 0, f of x plus delta x minus fx divided by delta x. This is known as the derivative f dash x എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. Derivative of x, or we write it as dy by dx. Okay. Okay. That is how we define the derivative. Right? ഓർക്കുന്നതൊക്കെ പഠിച്ചത് നമ്മൾ. ഹലോ. Yes, ma'am. ഓക്കെ. നമ്മൾ ഡെറിവേറ്റീവിലോട്ട് ഞാൻ പോകും, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ നോക്കാനും ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിലോട്ട് വരാം. ഡിഫറൻഷിയേറ്റ് ഇത് എന്താ പറയുക, തിയറി അപ്ലൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫോമുല പ്രാക്ടിക്കലി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. നൗ കം ടു ദ കോൺസ്റ്റന്റ് റൂട്ട്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. നമ്മൾ ഓർത്തിരിക്കേണ്ട റിസൾട്ടുകളാണ്. ഓക്കെ.
ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് അതിന്റെ പ്രൂഫ് പാർട്ട് നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ഗോ ത്രൂ ദാറ്റ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്ട്ലി പോവാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. If f is differentiable and c is a real number, then derivative of c into f of x എന്ന് പറയുന്നത് എന്താണ്? c into the derivative of this function. Okay, sum and difference rule. See, derivative of the sum of two functions equal to sum of the derivatives. Okay, similarly for difference rule also, for difference between two functions, derivative of the difference between two functions is the difference of the derivatives. Okay, okay, linearity propertyകളാണ് അതൊക്കെ. Now come to the product rule. If f and g are two differentiable functions, then derivative of f of x into g of x എന്ന് പറയുന്നത് എന്തായിരുന്നു പിള്ളേരെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇത് പ്ലസ് അല്ല ഇൻറ്റു ആ, ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ദിസ് വൺ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ. യാതൊരു കാരണവശാലും മറന്നു പോകരുത്, ഓർത്തിരിക്കണം നമ്മളെപ്പോഴും. First, this is one function, this is another function in x. Derivative of this with respect to this is y. The product of two x functions. Okay, പഠിച്ചിട്ടുള്ളതാ, ഓർക്കുന്നില്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് വൺ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളൊരു, ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂസ് പേപ്പർ എടുത്ത്, നിങ്ങളുടെ ടെക്സ്റ്റിലെ പേപ്പർ എടുത്തിട്ട് ഈ ഡെറിവേറ്റീവ്സ് എല്ലാം കോമൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് മുഴുവൻ എഴുതും. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0, കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിവൈ ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, റൈറ്റ്? ദെൻ പ്രോഡക്റ്റ് റൂൾ ഓർത്തിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് ദ product of two functions. Now come to the power rule, that is derivative of x raised to n equal to n into x raised to n minus 1. Remember this formula. Okay. Hello? Yes. Okay. Now come to another one, reciprocal formula. Derivative of 1 by f of x equal to minus derivative of f of x divided by this function square. f of x square ആണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഷ്യൻ റൂളിൽ നിന്ന് വരുന്നതാണിത്. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ്, അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഈ ഫോർമുല ഓർത്തിരിക്കണം. ഓക്കെ, ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലം കൂടെ ചെയ്ത് നിർത്താം. Now come to the quotient rule. Quotient rule എന്താ നമുക്ക് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് quotient of two function f of x divide by g of x. എങ്ങനെയായിരുന്നു? ഡിനോമിനേറ്റർ, ദിസ് ഈസ് ന്യൂമറേറ്റർ, ദിസ് ഈസ് ഡിനോമിനേറ്റർ. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ജിയും എഫും ഒക്കെ മാറി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കയറി വരുന്നെങ്കിൽ നമുക്ക് മാറിപ്പോകരുത്. ഡെറിവേറ്റീവ് ഇൻറ്റു denominator into derivative of the numerator minus numerator into derivative of the denominator divided by denominator square. നമ്മുടെ ഈ റൂളില്ലേ, നമ്മുടെ റെസിപ്രോക്കൽ റൂൾ വന്നില്ലേ, അതിൽ തന്നെ വന്നതാണ്. 1 by ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 അല്ലേ? മനസ്സിലായോ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഈസ് 0. Okay, 1 into derivative minus derivative of the denominator into constant 1 divided by denominator square. Okay, the quotient ruling തന്നെ വന്നത് അത് ആ റിസൾട്ട്. ഈ റിസൾട്ട് മറന്നു പോകരുത്. Okay, is it clear? Okay. The power rule can be extended to for any integer.
ജനറലി n ഈസ് എനി ഇൻറ്റിജർ ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിലും കൊടുക്കാം, പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിലും കൊടുക്കാം. Okay, shall we do some simple problems? Yes, ma'am. Okay. Now find the derivative of the following function. നമ്മൾ ഈ ഇത് പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ ഈ ഫോർമുലകൾ ഓർത്തിരിക്കത്തുള്ളൂ. So what is dy by dx of 2x raised to 5 minus 3x എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. Derivative of 2 common constant taken outside, 2 into derivative of x raised to 5 minus 3 into derivative of x. എങ്ങനെ വരും? x raised to n. ഓരോ പ്രാവശ്യം ഫോർമുല എഴുതിയേ നിങ്ങൾ പോകാവുള്ളൂ. Derivative of dy by dx of x raised to n equal to n into x raised to n minus 1. Okay, that is 5 into x raised to 4 minus derivative of x equal to 1. 1 എങ്ങനെയാ വന്നത്? x power 1, which is equal to 1 into x raised to 0. x raised to 0 is also 1. Okay, so it will be equal to 3 into derivative of x equal to 1. So 10x raised to 4 minus 3. Is it clear? ക്ലിയർ ആയ പിള്ളേരെ? അപ്പൊ നമ്മൾ ഈ ഫോർമുലകൾ പഠിക്കാനുള്ള ഏക മാർഗം നമ്മൾ പ്രോബ്ലം ചെയ്യുക, അവിടെ ഫോർമുല എഴുതുക, പ്രോബ്ലം ചെയ്യുക, അങ്ങനെ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെയ്യൂ. അപ്പൊ ഈ ഫോർമുലകളെല്ലാം ഒരു പേപ്പറിൽ എഴുതണം കേട്ടോ. നമ്മൾ ഹയർ സെക്കൻഡറി പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു പേജിൽ ഈ ഫോർമുലകൾ 1, 2, 3 എന്ന് പറഞ്ഞ് ഈ റിസൾട്ടുകൾ, കാൽക്കുലസിന്റെ റിസൾട്ടുകൾ എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലൊക്കെ ഈ കാൽക്കുലസിലോട്ട് വരുന്ന പാർട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കിയാലും മതി അല്ലേ? അതിൽ നോക്കിയിട്ട് ആ ഫോർമുലകളെല്ലാം എഴുതിയെടുക്കണം. എന്നിട്ട് ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതിയേ പോകാവുള്ളൂ. ദെൻ നിങ്ങളുടെ മെമ്മറി കിടക്കും അത്. ഓക്കെ, ചെയ്യും. ഹലോ, ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയോ? ഇല്ല. ചെയ്യൂ. ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ ചെയ്യാതെ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് യു ഷുഡ് ഡു ഇറ്റ്, അതർവൈസ് യു വിൽ ഫീൽ സം ഡിഫിക്കൽട്ടി.
കിട്ടിയോ? Amen. ഓക്കെ, ഇനി അടുത്തതിലോട്ട് വന്നേ. y ഈക്വൽ ടു 1/x² പ്ലസ് 3. സി, ഇവിടെ നമുക്കറിയാം 1/f(x) ഫോർമുല എന്നറിയാം അല്ലേ? സോ എന്തായാലും നമ്മുടെ ഫോർമുല എഴുതി പോണം കേട്ടോ. മൈനസ് 1/f(x) ഫോം മൈനസ് f'(x) ദ ഹോൾ സ്ക്വയർ എന്താവും? മൈനസ് derivative of this divided by denominator square. So minus derivative of x² plus 3 എന്ന് പറഞ്ഞാൽ എന്താണ്? x² x raised to n ആയിരുന്നു അല്ലേ? n x raised to n minus 1, that is 2x plus derivative of this constant 0, right, divided by x² plus 3 the whole square. കുറച്ച് ചെയ്യുമ്പോൾ നമ്മളിത് പ്രാക്ടീസ് ഡയറക്റ്റ്ലി ചെയ്യാൻ പഠിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, ഇല്ല. ഓക്കെ, ചെയ്യും. ഡയറക്റ്റ്ലി എഴുതിയ പോലെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പൊക്കോ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് dy/dx ഓഫ് 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ഇത് നമ്മൾ വേറെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഇത്രയാക്കി അങ്ങ് എഴുതിയിട്ടാൽ മതി. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ ഒക്കെ ചെയ്യാമായിരുന്നു. അത് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയ പിള്ളേരെ? ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വരുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വരണം കേട്ടോ. ബാക്കി കോഷ്യൻ റൂൾ ആണ്, അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് വരിക. ദെൻ എക്സ്പോണൻഷ്യൽ ലോഗരിതം, ഈ ഫോമുലകളൊക്കെ നോക്കിയിട്ട് വരാം, നമുക്ക് ചെയ്യാം. ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോന്നും ചെയ്ത് വരാം. നിങ്ങളുടെ മെമ്മറിയിൽ കിടക്കും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല, പക്ഷെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ ഓക്കെ, നാളെ വരുമ്പോൾ നോക്കിയിട്ട് വരിക, ഫോമുലകളെല്ലാം എഴുതുക. ബാക്കി നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാം, എന്നാലേ നമ്മൾ ചെയ്തു വരത്തുള്ളൂ. ഓക്കെ, സ്റ്റോപ്പ് ടുഡേയ്സ് ക്ലാസ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.